നമസ്കാരം. മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പാർട്ടിയിലും മുന്നണിയിലും പരസ്യ വിമർശനങ്ങളാണ് നടക്കുന്നത് എങ്കിൽ കൺവീനർ ചിറ്റപ്പനെതിരെ അടിയൊഴുക്ക് ശക്തമാണ്. മലവെള്ളപ്പാച്ചിലിൽ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം കുത്തിയൊലിച്ചു പോകുന്നത് പോലെ ചിറ്റപ്പനും പോകാനുള്ള കാർമേഘങ്ങൾ ഘനീഭവിച്ചു തുടങ്ങിയിട്ട് ഏറെ നാളായി. തെരഞ്ഞെടുപ്പിന് മുമ്പ് മൂടിക്കെട്ടിയ കാറും കോളും താമസിക്കാതെ ഇടിവെട്ടി ഇടിച്ചുകുത്തി പെയ്യുമെന്നാണ് നേതാക്കൾ രഹസ്യമായി നൽകുന്ന സൂചനകൾ. തിങ്കളാഴ്ചത്തെ വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇക്കാര്യം വ്യക്തമാക്കിയതോടെ ആകാംക്ഷയുടെ മുൾമുനയിൽ രാഷ്ട്രീയ കേരളം നിൽക്കുകയാണ്. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP മാറ്റണമെന്ന് CPM ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത മുന്നണി യോഗത്തിൽ ഇക്കാര്യം വ്യക്തമാക്കും. രാഷ്ട്രീയ ശത്രുക്കളായ BJPയുമായി രഹസ്യ ബന്ധവും നടക്കുകയും പാർട്ടി വിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുകയും ചെയ്തു എന്ന വാർത്ത ഞെട്ടലോടുകൂടിയാണ് ഏവരും കേട്ടത്. കേരളത്തിന്റെ ചുമതലയുള്ള BJP പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായി മകന്റെ ഫ്ളാറ്റിൽ വെച്ച് താൻ കൂടിക്കാഴ്ച നടത്തിയെന്ന തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ EP വെളിപ്പെടുത്തിയത് വലിയ തിരിച്ചടിയായാണെന്നാണ് CPM പറയുന്നത്. മുന്നണിയെ നയിക്കേണ്ടയാൾ തന്നെ മറുകണ്ഠം ചാടാൻ തയ്യാറായി എന്ന വാർത്തകളും വ്യാഖ്യാനങ്ങളും പരന്നു. ഇത് ജനവിശ്വാസം നഷ്ടപ്പെടുത്താൻ ഇടയാക്കിയെന്നും CPI വിലയിരുത്തുന്നു. കൺവീനർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് EPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും തുറന്നടിച്ചു. ജയരാജൻ ചില മോശം സംഘടനയുടെ ഇടയിൽ പെട്ടുപോയി എന്നും അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളിൽ മുമ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് വോട്ട് ചെയ്ത ശേഷം മുഖ്യമന്ത്രിയും പ്രതികരിച്ചിരുന്നു. ഇത് രണ്ടും വലിയ തിരിച്ചടിയെന്നാണ് CPI അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബു ചൂണ്ടിക്കാണിക്കുന്നത്. ജയരാജനും BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറുമായുള്ള ചങ്ങാത്ത മുതലാളിത്തം കോൺഗ്രസ് തുറന്നു കാട്ടിയിരുന്നു. അതിന് മറുപടി നൽകാൻ ജയരാജനോ പ്രതികരിക്കാൻ പാർട്ടിക്കോ തയ്യാറല്ല. ബന്ധം രാജീവ് ചന്ദ്രശേഖർ നിഷേധിച്ചിട്ടുമില്ല. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ പോകാനാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. അങ്ങനെ എല്ലാം കൊണ്ടും EPക്ക് കണ്ടക ശരിയാണ്. അത് കസേര തെറിപ്പിക്കുമെന്നാണ് നേതാക്കളുടെ പ്രതികരണം. CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ച ശേഷമാണ് പാർട്ടിയുമായി EP കൊമ്പ് കോർക്കാൻ തുടങ്ങിയത്. EP വാ പോയ കോടാലിയാണെന്ന് പിണറായി വിജയന് നന്നായി അറിയാം. അതുകൊണ്ട് സീനിയറായ EPയെ മറികടന്ന് ഗോവിന്ദൻ മാഷിനെ സംസ്ഥാന സെക്രട്ടറിയാക്കി. അതിന് പിന്നാലെ പോളിറ്റ് ബ്യൂറോയിലെ ഒഴിവ് നികത്തുന്ന കാര്യത്തിലും EPയെ പരിഗണിച്ചതേയില്ല. അതോടെ EP കണ്ണൂരിനുള്ള ഈ വണ്ടി പിടിക്കുകയും ചെയ്തു. കോടിയേരി അസുഖത്തെ തുടർന്ന് അവധിയിൽ പ്രവേശിച്ചപ്പോൾ വിജയരാഘവന് സെക്രട്ടറിയുടെ ചുമതല നൽകിയിരുന്നു. മുന്നണി കൺവീനറും അദ്ദേഹമായിരുന്നു. അങ്ങനെ കൺവീനറുടെ കസേര ചിറ്റപ്പന് ലഭിച്ചു. അതിൽ തൃപ്തനാകാതെയാണ് EP കണ്ണൂരിൽ തന്നെ തങ്ങിയത്. എന്നാൽ പിണറായിയുടെ നിർബന്ധത്തിന് വഴങ്ങി വീണ്ടും തിരികെ എത്തി. ആ സമയത്താണ് അനധികൃത സ്വത്ത് സമ്പാദന ആരോപണം P ജയരാജൻ EPക്കെതിരെ ഉന്നയിച്ചത്. ഇതിന് പിന്നാലെ EPയുടെ ഭാര്യയുടെ ഉടമസ്ഥയിലുള്ള വൈദേഹം റിസോർട്ടിൽ ED പരിശോധനയ്ക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ 4 വഴിക്കും ആക്രമണം ശക്തമായപ്പോൾ ചിറ്റപ്പന് അനുസരണയുള്ള കുട്ടിയെ പോലെ AK സെന്ററിൽ മടങ്ങിയെത്തി. എന്നാലും പഴയ പോലെ അത്ര സുഖകരമായിരുന്നില്ല കാര്യങ്ങൾ. MV ഗോവിന്ദൻ കാസർഗോഡ് നിന്ന് തെക്കോട്ടേക്ക് നടത്തിയ യാത്രയുടെ ഉദ്ഘാടനത്തിന് EP പങ്കെടുത്തില്ല. യാത്ര തൃശൂരിലെത്തിയിട്ടും കൺവീനറെ കണ്ടില്ല. പത്രക്കാർ ചോദ്യം പതിവാക്കിയതോടുകൂടി ഗോവിന്ദൻ മാഷ് കലിപ്പിലായി. ഇതിനിടെ ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയുടെ പിറന്നാളിന് EP പങ്കെടുക്കുകയും ചെയ്തു. ഇതേ ദല്ലാൽ വഴിയാണ് EP BJPയിലേക്ക് പാലമിട്ടത് എന്നാണ് ആക്ഷേപം. ശോഭാ സുരേന്ദ്രനും അതിന് ചരട് വലിച്ചിരുന്നു. ഏതോ CPM നേതാവിന്റെ ഒറ്റ ഫോൺ കോളിൽ EP മറുകണ്ഠം ചാടിയെന്നാണ് കരക്കമ്പി. പാർട്ടി നിലപാടിന് വിരുദ്ധമായാണ് പിന്നീട് EP പല കാര്യങ്ങളും വ്യക്തമാക്കിയത്. കരിവഞ്ഞൂർ ബാങ്ക് തട്ടിപ്പിലെ ED അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും MV ഗോവിന്ദനും നിലപാടെടുത്തു. അതിനുള്ള തെളിവ് തന്റെ കയ്യിലെന്നാണ് EP തിരിച്ചടിച്ചത്. തട്ടിപ്പിനെ കുറിച്ച് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടു. CPMന് ഇത്തരം സംഭവങ്ങൾ വളരെ അപൂർവമായേ അരങ്ങേറാനുള്ളൂ. മുന്നണിയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം കൺവീനറാണ് EP എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പിണറായി പലതവണ ഒപ്പം നിന്നിട്ടില്ല എന്ന പരിഭവവും EPക്കുണ്ടെന്നാണ് അറിയുന്നത്. ഒന്നാം പിണറായി സർക്കാരിൽ വ്യവസായ മന്ത്രിയായിരുന്ന EPയെ ബന്ധുനിയമനത്തിന്റെ പേരിൽ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അതിലും വലിയ ആരോപണം നേരിട്ട് തോമസ് ചാണ്ടിയെ പുറത്താക്കാൻ തയ്യാറായില്ല. ഹൈക്കോടതി പരാമർശം വന്നതിന് പിന്നാലെയാണ് ചാണ്ടി കസേര ഒഴിഞ്ഞത്. എന്നാൽ EPയെ പെട്ടെന്ന് മാറ്റി. പിന്നീട് അന്വേഷണം കഴിഞ്ഞ് ഏതാണ്ട് 1.5 കൊല്ലത്തിന് ശേഷമാണ് മന്ത്രിസഭയിൽ മടങ്ങി വന്നത്. ഇത്തവണ എന്തായാലും പിണറായി EPക്കൊപ്പം നിൽക്കില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് കൺവീനർ ഇനി ആരാകുമെന്നാണ് പ്രധാന ചോദ്യം.